എല്ലായിടത്തും ലേറ്റൊക്കെ ഇട്ടച്ചിക്കണല്ലോ. അവൻ പോയോ? നീച്ചിട്ടുമില്ലേ? തുള്ളി ചായന്റെ വെള്ളം ഉണ്ടാവും, അടുത്ത് കുടിച്ചട്ടെ. ഓനക്ക് പോകുമ്പോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഇവിടെ എന്താ ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അച്ഛന്മാർ ഒരു തുള്ളി വെള്ളം കുടിച്ചാൻ വന്ന് നോക്കുമ്പോ ഒരു മുതലും ഇല്ലെന്ന്, തീയും മുടിപ്പിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ഈ നേരം വരെ കിടന്നുറങ്ങണ്ടല്ലോ നാണുമാരില്ലാതെ. ആൾക്കാര് കണ്ടിട്ടുണ്ടെങ്കി എന്തേക്കാരം. ഞാൻ എന്നും നേരം വെളുക്കുമ്പോ ആ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരാണ് 4 പേരും. ഓൾക്ക് അതിനും കൂടി ഒന്നും ഒഴിവില്ല. ഏത് നേരത്താണോ ഇതിനൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ആ കിടന്നുറങ്ങില്ല, ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ലാ, പൊതച്ചു മൂടി ഇങ്ങനെ കിടന്നുറങ്ങ. സാജിയ ഏടി? എന്തമ്മ? എന്താ അമ്മാന്നോ? നേരം വെളുത്തൊന്നും ഉമ്മാന്റെ കുട്ടി അറിഞ്ഞിട്ടൊന്നും ഇല്ലേ? ഇപ്പൊ ചായയും കടി ഉണ്ടാക്കാൻ നോക്കടി. ഈ നേരെ വെളുക്കോളം ഇങ്ങനെ കിടന്നുറങ്ങണ്. 4 പുറത്തുള്ള ആൾക്കാരൊക്കെ നീച്ച് വന്ന് എല്ലായിടത്തും മുറ്റടിക്കലും ചായയും കടിയും ഒക്കെ ആയാലും ഇവിടെ ഒന്നും ആവൂല. ആ 4 പുറമൊക്കെ ഒന്ന് പോയി അടിച്ചു വരി, എന്താൾക്ക് വരിക? നല്ല വയറുവേദനക്കുണ്ട്. വയറുവേദന ആ ഒരു ഉളികൾ എന്തേലും എടുത്ത് കുടിച്ചാൽ മാറിക്കോളും. അതല്ലമ്മ, എനിക്ക് പീരിയഡ്സ് അയക്കണ്, അതിന്റെ വേദന. ഇതിപ്പോ ആർക്കും ഉണ്ടായിട്ടില്ല, അമ്മക്കൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതെന്താ സാധനം കൂടി അറിയില്ല. ഇജ്ജ് പറഞ്ഞ വെറുതെ ഓരോന്ന് മാഞ്ഞാളം കെട്ടിങ്ങാണ്ട് കിടന്നുറങ്ങാൻ നിക്കണ്ട. നേരം നോക്കുമ്പോ ഭയങ്കര തണുപ്പല്ലേ, ആ തണുപ്പിലിങ്ങനെ പൊറച്ചു മുടി ഇങ്ങനെ കിടന്നുറങ്ങിക്കോ. ഇജ്ജ് ഓനക്ക് പോകുമ്പോ ചായ എന്തേലും ഉണ്ടാക്കി കൊടുത്തോ? ഇല്ല, ഇക്കാക്ക് ചായ വേണ്ട പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ ഉണ്ടാക്കാഞ്ഞ്. ഓനക്ക് വേണ്ടി വരൂല. ഇമ്മ ഒറ്റക്കായിന്ന് ഓനക്ക് ചായ വേണം, കടി വേണം. അതൊക്കെ തിന്നിട്ട് ഓനക്ക് ഇവിടുന്ന് പോവുള്ളൂ. ഇപ്പൊ ഓനക്ക് ചായ വേണ്ട, കടിയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ അവിടെ ആരേലും വില ഉണ്ടാവൂല്ല. നീച്ച് വന്നിട്ട് ചായയും കടി ഉണ്ടാക്കാൻ നോക്കി. എനിക്ക് നേരത്തെ ഒരു തുള്ളി വെള്ളം കിട്ടണം. കൊടുന്ന് ഉറങ്ങോളൂ. വേദനിച്ചിട്ടാണെങ്കിൽ വയ്യ. ഈ ഉമ്മാനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊക്കെ കഴിഞ്ഞു വന്നത് തന്നെയല്ലേ, എന്നിട്ട് എന്തമ്മ അങ്ങനെ? ഇന്നലെ ആ മഴ ചാറിയിട്ട് വെച്ചതാണ് ആ തുണിയും കുപ്പായം. ഓക്ക് ഈ നേരം വരെ ഓക്ക് എടുത്ത് വെക്കാറായിട്ടില്ല. സാജിയാ, സാജിയാ വരട്ടുള്ളൂ. ഇപ്പൊ കാര്യം ചോദിച്ചിട്ട് ഓളപ്പടം അങ്ങനെ എടുത്തിട്ടിക്കണേ. ഞാൻ ചോദിച്ചിട്ടോ. ആ അമ്മ അത് വരുന്നേ. എന്തമ്മ? എന്തമ്മ, ഇത് കണ്ടില്ല ഈ ടേബിൾ മീ തുണിയും കുപ്പായം കിടക്കണേ? ഇന്നലെ മഴ ചാരപ്പജ്ജന്നെ ഇവിടെ കൊടുന്നിട്ടേ. അനക്ക് നോക്കാനൊന്നും ഒഴിവുണ്ടായിട്ടില്ലേ? ഇപ്പോഴും കണ്ടില്ല ആ നഞ്ഞ പാട അങ്ങനെ അവിടെ കിടക്കണത്. അത് ഞാൻ മറന്നതാണ് ഇന്നലെ കൊണ്ടക്കാന്. ഇത് മറക്കും. ഇത് അനക്ക് എന്താ ഓർമ്മ ഉള്ളത്? അനക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവൂല. 4 നേരം ഇങ്ങനെ വെട്ടി വിഴുങ്ങാൻ ഒരു കുഴപ്പമില്ല, അതിനൊരു മറവിയില്ല. ഇത് പറഞ്ഞാലിങ്ങനെ മുണ്ടാതെ ഇങ്ങനെ നിന്നോളൂ. പിന്നെ കാര്യം കഴിഞ്ഞല്ലോ. മര്യാദക്ക് ആ തിരുമ്പിയൊക്കെ ഉണക്കൂട് കൊണ്ടുപോയിട്ട് ആ ചായ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി എടുത്തൊക്കെ. ചായ ഉണ്ടുമ്പോ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് എന്നാ ഞാൻ അടുത്ത് കുടിച്ചോളാം. ചാക്ക നേരാക്കൂട് പോയിട്ട്. ആ
ഒക്കെ വരുമ്പോ വേദന്റെ ഉള്ളിൽ എന്തെങ്കിലും കൊണ്ടുണ്ടാവും, കുറവുണ്ടാവും വേദനക്ക്. തമ്പുരാട്ടി പിന്നെ മുറിയില് വന്നിട്ട് അണഞ്ഞിക്കുന്നു. ഇവളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഓളെ നേരാക്കാതെ ഇങ്ങോട്ട് പറഞ്ഞാച്ചാ തന്തനും തള്ളനും പറഞ്ഞാ മതി. ഇങ്ങനെ മക്കളെ വസളാക്കി ഇങ്ങോട്ട് വളർത്തിയിട്ട് ഒരു വയറുവേദന ആയിട്ട് ഇങ്ങനെ. അപ്പൊ ഒരു കജ്ജും കാലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ കാരം? അവളൊന്നും പറയാതിരിക്കാ നല്ലേ. എന്താ അപ്പൊ എപ്പെങ്ങാനും കേറി കൂടിയതാണ് ഓൾ അതിന്റെ ഉള്ളില്. ഞാൻ ഒന്നും പറയണില്ല. അതിനൊക്കെ ഓൻ തന്നിട്ട് പെൺകോതെ. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് കേക്കാൻ വെച്ചാ ഓള് പറഞ്ഞത് മാത്രം. ഇപ്പൊ ഉമ്മാനൊന്നും വേണ്ട. എന്റെ കുട്ടിക്ക് എന്തേലും ഓള് കലക്കി കൊടുത്തിട്ടുണ്ടാവും. എല്ലാ എന്റെ കുട്ടിയുടെ സ്വഭാവം ഇങ്ങനെ ഒന്നും മാറൂല. ഇപ്പൊ ആർക്കും ഇതൊന്നും ഇല്ലാതിരിക്കണതാ. ഈ പെണ്ണായി ജനിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും ഇത്. ഓൾക്ക് മാത്രം എന്നാളെ വിചാരം. തക്കാളി എന്താണ് ഓളെടുത്ത് കൂടുന്നതാണെങ്കി ഒക്കെ കെയ്യും ചെയ്തിട്ടുള്ളു. കൊലായ്മ തന്നെ ഇരിക്കണ്ടല്ലോ. ഇജെന്താടി ഈ നേരത്ത്? ഞാൻ എന്റെ അടുത്തേക്ക് തന്നെ വന്നതാടി. ഇജ് കേറിടി. കേറുന്നില്ലടി. ഞാനേ 2 തക്കാളി ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഇപ്പൊ എന്നുണ്ട് മീൻ കൊടുന്നിട്ട് കറിവെക്കാനേ. അപ്പൊ തക്കാളി അവിടെ ഉണ്ട്, തക്കാളി ഇല്ല. അപ്പൊ കാക്കാറിന് എന്നോട് പീടിയൊക്കെ അടച്ചിട്ടുണ്ടാവും, പിന്നെ നേരെ കാവാറായില്ലേ. അപ്പൊ ഞാൻ എന്റെ അടുത്തുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടുണ്ട് വന്നതാണ്. തക്കാളി ഞാൻ കൊടുന്നേരാലോ, ഇതവിടെ നിക്കുന്നാല്. പെണ്ണിനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ ഇല്ലേ? ഓളോർക്ക് പോയാണെങ്കിൽ ഇന്നടി. 2 മതി അറിഞ്ഞിട്ട്. സാരില്ല, കൊണ്ടേക്കോ. ചെറിയ തക്കാളി അല്ലേ. ഞാൻ എന്തായാലും നാളെ വാങ്ങിട്ടാണ് കൊടുന്നേരണ്ട്. അല്ല മരോൾ എവിടെ? അവൾ കാണാനില്ലല്ലോ ഇപ്പൊ. ഒന്നും പറയണ്ട. ഓളുണ്ട് വയറുവേദന ഇന്നാണ്ട് അവിടെ കിടക്കണ്. എന്താ ആർക്കും ഇല്ലാത്തതാണല്ലോ ഈ മാസത്തിലുള്ള ഈ സംഭവമൊക്കെ. ഓക്ക് മാത്രം ഒരു വേദന. കള്ളത്തരൊന്നും ആവൂലെന്നേ. അതിന് വെച്ചായിട്ട് തന്നെ ഈ കരയൊക്കെ എടുക്കണ്ടാവും. നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾ ആ മൊരട് സ്വഭാവം എന്നാണ് മാറ്റിക്കാളിങ്ങള്. പിന്നെ അതിനിപ്പോ എത്ര വലിയ വേദന അല്ല ഉണ്ടാവുക. കരയാലപ്പോ എത്ര ഉണ്ടാവുക എന്നുള്ളതൊക്കെ. ഇതിപ്പോ നല്ല കഥ. എല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ ആവണം എന്നുണ്ടാ. എനിക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ എന്തൊരു വേദനയെന്ന് അറിയാം. പിന്നെ 2 പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്റെ ഒക്കെ മാറിയത്. അതിന്റെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊന്നും അധികം ആയിട്ടും കൂടി ഇല്ല. അപ്പൊ ഈ വേദനയും എണ്ണൊക്കെ ഉണ്ടാവും. എന്താ നിങ്ങൾ അറിയാത്ത പോലെ വർത്താനം പറഞ്ഞു? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല? ഇക്ക് ഉണ്ടായിട്ടൊന്നുമില്ല. അനക്കറിയില്ലേ, ഞാൻ ഓനെ നോക്കിങ്ങാണ്ട് നടന്നിരുന്ന കാലത്ത് ഇപ്പൊ ഇതിന്റെ വേദന നോക്കിങ്ങാണ്ട് ഇറക്കിയെന്ന്. ഇക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാരും ഒരുപോലെ ആവൊന്നുമില്ല. അപ്പൊ എന്റെ മരോൾ തന്നെതാ വെജാറ്റ് 2-3 ദിവസം നീച്ചിട്ടില്ല. ഞാൻ ഇതിന് തുള്ളി വെള്ളം കൊണ്ടുകൊടുത്തിരുന്നത്. അത്രയും വെച്ചിരുന്നില്ല. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഒരാളും ഇല്ല കഴിഞ്ഞു. അതിപ്പോ എത്ര വെച്ചിട്ട് നിങ്ങളോട് പറയാ. എന്നാൽ നിങ്ങൾ ഈ ചേച്ചിന് ഭയങ്കര മോശം തന്നെ കേട്ടാ. അതിന് വെജാ അറിഞ്ഞിട്ട് അതിനിങ്ങനെ പ്രായി പറഞ്ഞങ്ങാണ്ട് നടക്കണത്. നിങ്ങൾക്കൊരു മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇത് കാട്ടോ? നിങ്ങളെ മകൾ തന്നെയല്ലേ. അതിനിപ്പോ ഒരുപോലെ നിങ്ങൾക്ക് കണ്ടൂടെ? ഇക്കാരിപ്പോ ഒന്നും പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇന്നെ പോലെ തന്നെ ഇക്കാരം എല്ലാവർക്കും. ഞാനൊരു പെണ്ണല്ലേ, അപ്പൊ എനിക്കിപ്പോ എത്ര വേദന ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാലോ. അതേപോലെ തന്നെ ഇക്കാരിപ്പോ എല്ലാവർക്കും എന്റെ വിചാരം. ഞാനാണെങ്കി ആ കുട്ടീനെ രാവിലെ മുതൽ ഓരോന്ന് പറഞ്ഞ് ചീത്ത അറിഞ്ഞിട്ട് നടക്കേന്. ഇപ്പൊ എന്താ കാട്ട? അതാ ഞാൻ പറഞ്ഞത്, എല്ലാരും ഒരുപോലെ ആവൂല. എല്ലാവർക്കും ദണ്ണം ഉണ്ടാവും ചെയ്യും, ദണ്ണം ഇല്ലാത്തവര്. ഇപ്പൊ ഈ പ്രസവമൊക്കെ തന്നെ എങ്ങനെ നടക്കുന്നുണ്ട്. ചിലവരതൊക്കെ കേറിന് ഇറങ്ങണം. അതിനും വേണ്ടിട്ട് ചില ആൾക്കാർക്ക് എന്തെല്ലാം ദണ്ണം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കും ഉണ്ടായിട്ടില്ല? നിങ്ങൾ ആ മകനെ പെറ്റപ്പോഴൊക്കെ എനിക്കൊന്നും നീച്ചടക്കാൻ തന്നെ വെച്ചില്ല. നിങ്ങൾ എന്തായാലും അതിന് ഒരു തുള്ളി വെള്ളം എന്തേലും കുടിക്ക്, അല്ലെങ്കിൽ കുറച്ച് ഉലുവയും ഇതൊക്കെ കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചിങ്ങാണ്ട് ഒരു ലേസം വെള്ളം കൊടുത്താലാണ് ഭേദമായിക്കോളും. കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുങ്ങാണ്ട്.
ആടി ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. ഞാൻ കൊടുത്താ എന്നിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുങ്ങാണ്ട് ഇതാക്കണ്ട. ഞാൻ പോട്ടെ, എന്തായാലും മരുവാൻ കൊടുക്കാരായിക്കണം. ആടി ആയിക്കോട്ടെ എന്നാല്. ആയിക്കോട്ടെ. പോയിട്ട് ആ പെണ്ണിനെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഞാനാണെങ്കിൽ നേരം കൊടുത്തിട്ട് ഫുള്ള് ചീത്താർച്ച കഴിഞ്ഞപ്പോ ഞാൻ കേറി ചെന്നോ എന്തേലും പറയണ്ടേ. എന്തായാലും വേണ്ടില്ല, പോയോക്കട്ടെ. സാജിയ, എന്തമ്മ നീ കണ്ട അവിടെ കിടന്നോ? ഞാൻ എന്റെ വയറുവേദന ഭേദായോന്ന് അറിയാൻ വേണ്ടീട്ടേ. കുറവുണ്ടാ? ഇല്ലമ്മ, നല്ല വേദന ഉണ്ട് ഇപ്പോഴും. എന്നാ ഓനോട് പറഞ്ഞിട്ടൊന്ന് ആശുപത്രിക്ക് പോയാലോ? വേണ്ട, അത് മാറിക്കോളൂ. വൈകുന്നേരം ആകുമ്പോ ചെലപ്പം കുറയും. എന്നുവെച്ചാ അവിടെ കിടന്നോ, ഞാനേ ഇപ്പൊ വരട്ടാ. എന്താ ഇത് കഥ? വേറെ വല്ല ഉദ്ദേശം ഉണ്ടാണോ ഈ വന്ന് ചോദിക്കണേല്? ഒന്നും പറയാൻ പറ്റൂല. രാവിലെ കണ്ട ആളല്ല ഉച്ചക്ക്, ഉച്ചക്ക് കണ്ട ആളല്ല വൈകുന്നേരം. പല നേരത്തും പല സ്വഭാവം. വെള്ളം ഉണ്ടാക്കി കൊടുക്കാം. മോളെ, എന്താണ്ട് കുടിച്ചാ? എന്തമ്മ? ഇതൊരു വെള്ളാണ്, ഇതാണ് കുടിക്കട്ടാ. അവിടെ ഭേദായിക്കോളും. വേണ്ട, അമ്മക്ക് മതി. ഒന്നും പറഞ്ഞാ പറ്റൂല. ഫുള്ളാണ് കുടിക്ക. ആകെ 1/2 ഗ്ലാസ് വെള്ളമുള്ളൂ. അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭേദം കിട്ടും. ഇജ് എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണത്? എന്താ മോത്ത് നോക്കണ്? ഞാൻ എന്നാ രാവിലെ ചീത്താറിനൊക്കെ എപ്പോഴും ഇജ് മനസ്സിലേച്ച് നടക്കുക. ഞാൻ എന്റെ അമ്മയല്ലേ, ഉമ്മ ചീത്താറിനു എന്നുള്ള ആള് വിചാരിച്ചാ മതി. പിന്നെ ഉമ്മാക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനത്തെ വേദനയും കയറൊന്നും ഉണ്ടായിട്ട് ജമീല പറഞ്ഞപ്പോഴാ ഞാൻ അറിയണത് എല്ലാവർക്കും ഒരുപോലെ അല്ലാന്ന്. അപ്പോഴാണ് ഉമ്മാക്ക് ഇതിനെ പറ്റിട്ട് തന്നെ മനസ്സിലാവണത്. ഇജ് ഞാൻ ഒന്നും മനസ്സിലേച്ചിരിക്കണ്ടട്ടാ. ആ വെള്ളം കുടിച്ചങ്ങാണ്ട് ഒരു പാത്താടൊക്കെ ഇടുന്നു. മൂപ്പരാൾക്ക് അപ്പൊ ഇതിനെ പറ്റിട്ടൊന്നും അറിയായിട്ടാണ്.